ഇന്ന് ഡിസംബർ മാസം 9-ാം തീയതിയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അൾത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചൊറിയും ചിരങ്ങും ഒക്കെ വന്ന് തൊലിക്കുകയെല്ലാം തൊലിവ് ഊതി നീറി ഒക്കെ വേദനിച്ച് ഉറക്കമില്ലാതെ കിടക്കുന്നവരെ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിച്ച് കർത്താവെ സുഖപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. മരുന്നുകൾ തെറ്റിക്കഴിച്ചത് കാരണം, തെറ്റിക്കൊടുത്തതിൻ്റെ കാരണം, ഉള്ളിച്ചെന്ന കാരണം വ്യത്യസ്തമായ അലർജി രോഗങ്ങൾ വന്നിട്ടുള്ളവരുണ്ട്. നമുക്ക് സഹിക്കാനോ കാണാനോ പറ്റാത്ത രീതിയിലുള്ള വികൃത കോലങ്ങളായി പോയിട്ടുണ്ട്. കർത്താവെ, അവരെ ഇനി മെഡിസിനും ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയെ, പരിശുദ്ധ അമ്മയെ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി ആ മക്കളിലെ അമ്മയുടെ കൈകൾ പോലെ പൂ പോലെയുള്ള കൈകളായി, ഭംഗിയുള്ള കൈകളായി മാറാൻ, ശരീരമായി മാറാൻ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം മക്കളെ കൊടുക്കണമേ. ശ്വാസകോശ രോഗങ്ങളുള്ളവരുണ്ട്, കരൾ രോഗങ്ങളുണ്ട്, കിഡ്നി രോഗങ്ങളുണ്ട്, അവരെല്ലാം അങ്ങ് ഈശോ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ സന്ധിബന്ധങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിലെ എല്ലാ കോശങ്ങളെയും സ്പർശിക്കട്ടെ. കർത്താവ്, ആന്തരികമായ അവയവങ്ങളെ നിന്റെ വിശുദ്ധമായ രക്തത്തെ സ്പർശിക്കപ്പെടട്ടെ. കർത്താവ്, മാരകരോഗങ്ങൾ, മാറാരോഗങ്ങൾ കർത്താവിൻ്റെ രക്തം സ്പർശിക്കട്ടെ. 38 വർഷത്തിൻ്റെ ശക്തിയായി, കുർബാനയുടെ ശക്തിയായി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകളുടെയും അടയാളങ്ങളുടെയും ജനങ്ങളുടെ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ രക്തം എല്ലാ മക്കൾക്കും തളിക്കപ്പെടണമേ. എല്ലാ ജീവിത ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി ഇല്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, വീട് പോലും കെട്ടാൻ ഒക്കാത്തവർ, വീട് പണിയാൻ ഒക്കാത്തവർ, വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ, കർത്താവ്, സ്വന്തം സ്ഥലം പാടമായി പോയത് നിലവാക്കി കിട്ടിയിട്ട് അത് വീടിന് ലൈഫ് വീടിന് വെച്ചിട്ട് പിന്നെ ലോണും കൂടി എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഒരെണ്ണത്തിന്മേൽ തട്ടി 9 ജീവിത അവസ്ഥകൾ നിന്ന് പോണവരുണ്ട്. ഒരൊറ്റ തടസ്സത്തെ 9 ജീവിത സാധ്യതകളെ തകർത്ത് കളയുന്ന ആ ഒറ്റ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ നിങ്ങൾ പോട്ടേന്ന് മാതാവിൻ്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit. The fair fingers suck with the precious blood. Lord, infuse His Spirit. Infuse His Spirit of power and grace and healing and deliverance. In the name of Jesus Christ our Lord, who is coming to judge for the living and dead by fire. Amen. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. കേൾക്കുമ്പോൾ സിമ്പിളാണ്. എന്താണ്? അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ഇതിലെല്ലാം മെസ്സേജ് ഇരിക്കണമെന്ന്. കാര്യം ഇതിൻ്റെ സിറ്റുവേഷൻസ് എന്ന് പറയണത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ പാഷൻ പ്രെഡിക്ഷൻ എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനം ഓൾറെഡി ഡെലിവേർഡായി, 1-ാം സെക്ഷൻ. കാര്യം എന്താണ്? കർത്താവ് ജെറുസലേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യപുത്രൻ ശത്രുക്കളെ ഏൽപ്പിക്കപ്പെടും, അവർ പീഡിപ്പിക്കും, അവർ വധിക്കും, കർത്താവിനെ വധിക്കും. എന്നാൽ 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഇത് ആണ് ഇതിനുള്ളിൽ വെളിപ്പെടുത്താതിരിക്കുന്ന വിഷയങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങൾ ശത്രുക്കളുടെ സംഹാര താണ്ഡവങ്ങളാണ് വരണത്. അപ്പോൾ ഈ ശത്രുക്കളോട് സംഹാര താണ്ഡവങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ശത്രുക്കളോട് നമുക്ക് എന്താ തോന്നുന്നത്? ശത്രുത തോന്നും. എന്ന് വെച്ചാൽ സുവിശേഷത്തെ ബാക്കിലോട്ട് അടിക്കും, പുറകോട്ടടിക്കും, മോശത്തിൻ്റെ കാലത്തിലേക്ക് കൊണ്ടുവരും. കർത്താവ് മോശസിൻ്റെ കാലത്ത് നിന്ന് നമ്മളെ സ്വർഗീയ ജെറുസലേമിൻ്റെ മിശിഹയുടെ കാലത്തിലേക്ക് ആണ് ഒരു പ്രയാണം. ഇത് ഒരു പെസഹായാണ് ശരിക്കും പറഞ്ഞാൽ, പാസ് ഓവർ. ബൈബിളിൻ്റെ ഒരു പാസ് ഓവർ ഉണ്ട്. എന്താണത്? അത് മോശയുടെ കാലത്തിൽ നിന്ന് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ആ കാലത്തിൽ നിന്ന് മിശിഹയുടെ കാലത്തിലേക്ക്, കൃപയുടെ കാലത്തിലേക്ക് ഒരു മനുഷ്യരാശിയുടെ വളർച്ചയാണ് പുതിയ നിയമത്തിന് പഴയ നിയമത്തിന് പുതിയ നിയമം വരെ വളരണത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തെ അഭിമുഖിക്കുമ്പോൾ
അതിൻ്റെ സിറ്റുവേഷൻസ് കർത്താവ് മുന്നിൽ കാണുന്നുണ്ട്. എന്താണ്? സമറിയക്കാരുടെ വഴിയിലൂടെയാണ് ഈശോയ്ക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടത്. ജെറുസലേമിലേക്കുള്ള വഴി എപ്പോഴും അങ്ങനെ ഇരിക്കും. ഒരു സമറിയക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ജെറുസലേമിലേക്ക് തന്നെ പോകുന്ന കാരണം ആ നിത്യതയുടെ യാത്രയുടെ ഒരു ഭൗമികമായ ആവിഷ്കാരങ്ങളാണിത്. അപ്പോൾ നിത്യതയ്ക്കുള്ള ഒരു യാത്ര വരുമ്പോൾ തന്നെ നമുക്ക് ആ നിത്യതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒത്തിരി ശക്തികൾ സമറിയക്കാരൻ്റെ പ്രതീകമായിട്ട് ശിഷ്യന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് പറയും, നിങ്ങൾ സന്ധ്യയാകാൻ പോണ്, നിങ്ങൾ സമറിയയിൽ പോയി നമുക്ക് രാത്രി കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇവർ യാക്കോബും യോഹന്നാനും ഫസ്റ്റ് പാട്ടിനെ വിടണത്. പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. വലിയ അത്ര കുഴപ്പക്കാരൊന്നുമല്ല, കുഴപ്പക്കാരെയാണ് പറഞ്ഞു വിട്ടിരിക്കണത്. എന്താ ഇവരാരാണ്? ഇവർ രണ്ടുപേരും ആ യോഹന്നാൻ മാന്താനയുടെ ശിഷ്യന്മാരാ. അപ്പൊ യോഹന്നാൻ മാന്താനയുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ മാന്താൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞിരിക്കണത്? വൃക്ഷങ്ങളുടെ വേരിന് കൂടാലോപിക്കപ്പെട്ടിരിക്കുന്നു, പഴം തരാത്തതെല്ലാം വെട്ടി വീഴ്ത്തപ്പെടും. അപ്പോൾ വളരെ കർക്കശമായ പഴയ ഏലിയാക്കാലം തിരിച്ചു വന്നിരിക്കണതാണ്. കോംപ്രമൈസ് ഇല്ലാത്ത ബാലിൻ്റെ പ്രവാചകന്മാരെ മുച്ചൂടും മുടിക്കുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മയായിട്ട് ഒരവതാരമായിട്ട് സ്നാപകൻ നിൽക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തെ പുതിയ നിയമം തള്ളിക്കളയണില്ല. സ്നാപകന് പഴയ നിയമത്തിൻ്റെ വക്താവായിട്ടാണ് കൂടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. കുരിശിന് ചുവട്ട് നിന്നിട്ട് ചതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് മിശിഹായുടെ രക്ഷണകൃത്യം പൂർത്തിയാക്കാൻ മിശിഹയെ സഹായിച്ചതിന് അവരെ ആശീർവദിച്ച് ഒക്കെ മിശിഹാകാലത്തിൻ്റെ സ്വർഗീയ സ്നേഹത്തിൻ്റെ വക്താക്കളാകേണ്ട ആൾക്കാർക്ക് യോഹന്നാൻ്റെ ഫോർമേഷൻ പോരാ, ക്രിസ്തുവിൻ്റെ ഫോർമേഷൻ കിട്ടണം. അതിനുവേണ്ടിയാണ് ഇവരെ മനഃപൂർവ്വം ഈ സമറിയക്കാരൻ്റെ അവിടെ വടിയുമാളുമായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് തന്നെ ഈ രണ്ട് കക്ഷികൾ അങ്ങോട്ട് പറഞ്ഞു വിടണം. അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേന് പണിയാകും. പണിക്കാരെ എവിടെ ചെന്നാലും പണിയാകുകയാണ്. വൈരാഗ്യം, വിദ്വേഷം, ചതി, എടുത്തുചാട്ടം, മുൻകോപം, കലഹം, പിന്നെ ഇതൊക്കെയുള്ള പാർട്ടി എവിടെ ചെന്നാലും ആ സാധനം പുറത്തിടാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവർ ചെല്ലുകയും അവർ വടിവാളുമായിട്ട് നിൽക്കുകയാണ്. നിൻ്റെയൊക്കെ തലവെട്ടിക്കളി എന്ന് പറയാം. അപ്പം യോഹന്നാൻ സടകുടഞ്ഞ് പഴയ സൗകര്യം സടകുടഞ്ഞിരുന്നിട്ടുണ്ട്. യോഹന്നാൻ യൂട്ടേൺ അടിക്കും. അടുത്ത് കർത്താവിൻ്റെ അടുത്ത് വന്നിങ്ങനെ മസിൽ കയറി നിൽക്കും. അപ്പോൾ വിശ്വസിച്ചു എന്നാ പറ്റി? ഞങ്ങൾക്ക് ഈ അധികാരം തന്നെങ്കിൽ അവന്മാരുടെ പണി ഞങ്ങൾക്കിപ്പോൾ കൂട്ടുമെന്ന് പറയും. എന്താ? സുഹൃത്ത് നന്ദി ഇറങ്ങി വീഴും, അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, മണ്ടന്മാരെ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കർത്താവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടിപ്പണിയിലേ ഉള്ളു കണ്ടത് 9:55 ലൂക്കാൻ്റെ സുവിശേഷം. എന്താ പറയണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താണ്? എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ലെന്ന്. അത് മനുഷ്യൻ്റെ പ്രശ്നം എന്താണല്ല, മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം എന്താണ്? നമുക്കുള്ള അരൂപി എന്താണെന്ന് നമുക്കറിയത്തില്ല. അതാണ് പ്രശ്നം. ചുട്ടാരൂപിയുണ്ട്, ലോകാരൂപിയുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞാലല്ലേ ഈ സാധനത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാരൂപിയെ നയിക്കപ്പെടണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളാകണം. റോമ 8:14 പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകും. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ ഏത് സാഹചര്യത്തിലൂടെ കടത്തി വിട്ടാലും ഈ ലോകത്തിൻ്റെ സന്തതികളെ ദൈവത്തിൻ്റെ സന്തതിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് വഴിയിലെ സമരക്കാരൻ. അപ്പോഴേ ഇവന്മാർ തോറ്റില്ലേ? ഇനി ഈശോ എന്താ വിചാരിക്കണത്? അതാണ് അവസാനം. ആ ഭാഗം അവസാനിക്കുക എന്താ പറയണത്? നിങ്ങൾക്ക് എന്ത് അരൂപിയാണുള്ളത് നിങ്ങൾക്ക് ഇപ്പം അറിയത്തില്ല. നിങ്ങൾക്ക് ഉണ്ടാകേണ്ട അരൂപി എന്താണെന്നുള്ളത് ഞാനിവിടുന്ന് വിട പറയണതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞോളാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈശോ. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ആ ഫോർമേഷൻ അവസാനിപ്പിച്ചിട്ട് അവൻ മറ്റൊരു വഴി, അതാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത്. മറ്റൊരു വഴിയെ ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഈ ലോകാരൂപി എന്ന് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് ദൈവാരൂപിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് ഇഷ്യൂസ് ഉണ്ടാകണം. ആ ഇഷ്യൂസ് ഇവർക്ക് അതിനെ ദൈവാരൂപിയിൽ അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ആ കേസ് എടുക്കാതെ അത് വിട്ടിട്ട് ലീവ് ചെയ്തിട്ട് വേറെ വഴിക്ക് പോകും. ചില കാര്യങ്ങൾ ഇപ്പം ഒരു കച്ചവടം നഷ്ടമാണ് എന്ന് വിചാരിച്ചോ. നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും? ആ നഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെയും ആ കച്ചവടത്തിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം ചില ആൾക്കാർ ചീട്ട് കളിച്ചും മുടിയും, ചില ആൾക്കാർ പബ്ജി കളിച്ചും മുടിയും, ചില ആൾക്കാർ ഓൺലൈനിൽ കാശിറക്കി 17 ലക്ഷത്തിൻ്റെ ഒരു കണക്ക് കൊണ്ടൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ആ ഒരു വഴി നിൻ്റെതല്ലെന്ന് കണ്ട നീ മാറ്റിപ്പിടിക്കണം. ലീവ് ഇറ്റ്. അതാണ് മറ്റൊരു വഴിക്ക് പോയെന്ന്. അതുകൊണ്ട് നിനക്ക് അടിക്കടി തകർച്ച ഉണ്ടാകണം, അടിക്കടി പരാജയം ഉണ്ടാകുന്ന വിഷയമാണെങ്കിൽ, നിനക്ക് അതിനകത്ത് കൃപ ഉൽപ്പാദിപ്പിക്കാൻ ഇല്ലെങ്കിൽ, അതിന് ശാശ്വതമായ ഉടമ്പടി പ്രകാരമുള്ള ഒരു വിഷയമല്ല എങ്കിൽ എൻ്റെ മക്കൾ മാറ്റിപ്പിടിക്കണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. അത് തന്നെയല്ല സുവിശേഷത്തിൻ്റെ അഭിപ്രായം. അല്ലാതെ അതിൻ്റെ കടിച്ചു തൂങ്ങി ആ വിഷയത്തിൽ തന്നെ കടന്ന് ജീവിതകാലം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ളത് കൂടി നഷ്ടപ്പെടുത്തരുത്. got the point. Thank you.